ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിന്റെ സമ്മറിയാണ്. അപ്പം വ്യാസൻ പറഞ്ഞു, ഇങ്ങനെ മുനിയുടെ അത്യന്തം ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ കേട്ട് സന്തുഷ്ടനായ രോമഹർഷി, അതായത് രോമഹർഷന്റെ പുത്രനാണ് രോമഹർഷണി, നന്ദിപൂർവം അവരുടെ ചോദ്യത്തിന്, അതാണ് സൂതൻ, നന്ദി ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിച്ചു. അനുശാസിതമായ കർമ്മങ്ങളും ഉപനയനം തുടങ്ങിയ ആചാരവിധികൾ അനുഷ്ഠിക്കാതെ സർവവും ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിനായി വീട് വിട്ടിറങ്ങിപ്പോയ തൻ്റെ മകൻ ശിവന്റെ വിരഹത്തിൽ വ്യാകുലരായ വേദവ്യാസൻ പുത്ര എന്നോർത്ത് വിളിച്ചുടൻ തന്മയതത്തോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വൃക്ഷങ്ങളുമാണ് ആ വിളി കേട്ടത്. പ്രതികരിച്ചു. സകല ജീവികളും ഹൃദയം കൊണ്ട് വ്യാസമഹർഷിയെ നമസ്കരിച്ചു. ആരാണ് സ്വന്തം അനുഭവത്താൽ സംസാരമാകുന്ന ഇരുട്ട് നിറഞ്ഞ അന്തർഗർത്തത്തിൽ നിന്ന് രക്ഷ തേടാൻ ഇച്ഛിക്കുന്നവർക്ക് ഒരേ ഒരു ആധ്യാത്മിക ദീപമാകുന്ന സകല വേദങ്ങളുടെയും സാരത്തെ ഉൾക്കൊണ്ട് സംസാരികൾക്ക് തൻ്റെ കരുണയായി അത്യന്തം രഹസ്യമായ വേദങ്ങൾക്ക് അനുപൂരകങ്ങളായ പുരാണങ്ങളെ പറഞ്ഞുകൊടുത്തത് അഖില ഋഷികൾക്കും ഗുരുവും വ്യാസപുത്രനുമായ ആ സുഖദേവന് ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ ശ്രീ നാരായണനെ നമസ്കരിച്ച് നരനെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും നമസ്കരിച്ചതിന് ശേഷം വേണം മുക്തിസിദ്ധാർത്ഥ സാധകമായ ഭഗവത പാരായണം ചെയ്യേണ്ടത്. അലയ മുനിമാരെ, ലോകത്തിന്റെ നന്മയ്ക്കായി ഉചിതമായ ചോദ്യങ്ങളാണ് നിങ്ങളാൽ എന്നോട് ചോദിക്കപ്പെട്ടത്. ഭഗവാൻ, അങ്ങനെ സൂതൻ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഈ ചോദ്യം എല്ലാം തന്നെ തീർത്തും ആത്മപ്രീതി ഉളവാക്കുന്നതാണ്. മനുഷ്യന്റെ പരമമായ ധർമ്മം എന്നതാണ് തീർച്ചയായും ഇതിൽ പറയുന്നത്. ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനായ ഹരിയെ ഭക്തി ചെയ്യുക, ഹരിയെ നമ്മൾ ഭജനം ചെയ്യണം എന്നതാണ് അഖണ്ഡവും അഹൈത്യവുമായ ആ സത്യം. ആ ഭക്തിയാൽ ആത്മാവ് തീർത്തും പ്രസാദിക്കുന്നു. ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉണ്ടായി ഭക്തിയോഗ മാർഗം തെളിഞ്ഞു കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ കാരണരഹിതമായ പരമാർത്ഥ ജ്ഞാനവും വിഷയവൈരാഗ്യവും ജനിക്കുന്നു. മനുഷ്യൻ സ്വന്തമായി അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മവും അത് സർവശക്തനായ ഭഗവാന്റെ കഥകളിൽ രതിയുണ്ടാക്കുന്നതില്ലെങ്കിൽ അവയെല്ലാം കേവലം വിപുലമായ ശ്രമം മാത്രമാണ്. ധർമാചരണം പരമമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് അർത്ഥലാഭത്തിന് വേണ്ടിയുള്ളതാണെന്ന് എങ്ങും സിദ്ധാന്തിച്ചിട്ടില്ല. ഇനി ഒരു ധർമ്മചാരിയുടെ കിട്ടുന്ന അർത്ഥലാഭങ്ങൾ പോലും തൻ്റെ ആഗ്രഹ നിവൃത്തിക്കും സംതൃപ്തിക്കും വേണ്ടിയുമല്ലെന്ന് ആണ് പ്രമാണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കഴിയുന്നത്ര ഇന്ദ്രിയ പ്രീത്യർത്ഥക്കും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കരുത്. പകരം അത് പരമാത്മ തത്വത്തെ അറിയാൻ വേണ്ടി ആയിരിക്കണം. ഒരുവന്റെ കർമാചരണത്തിന് ഭൂമിയിൽ മറ്റൊരു അർത്ഥമില്ല. അദ്വയമായ ആ ആത്മതത്വം, ജ്ഞാനതത്വം, ബ്രഹ്മ, പരമാത്മാ, ഭഗവാൻ എന്നൊക്കെ അറിയപ്പെടുന്നുവെന്ന് ജ്ഞാനികൾ ഘോഷിക്കുന്നു. ജ്ഞാനവൈരാഗ്യയുക്തരായ, അതായത് അറിവും വിരക്തിയും ആർജിച്ചിട്ടുള്ള ജിജ്ഞാസുക്കളായ മുനികൾ ഭക്തിയോടെ ശ്രുതികളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വിധം ആ പരമാത്മാവിനെ തങ്ങളുടെ ഉള്ളിൽ കണ്ടറിയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വർണ്ണാശ്രമ വിഭാഗങ്ങൾ തന്നനുസരിച്ച് ഒരുവിനാൽ സ്വന്തമായി ചെയ്യപ്പെടുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും പരിപൂർണത എന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ട് ഭഗവാന് നാരായണൻ നിത്യവും മനസ്സുകൊണ്ട് കേൾക്കപ്പെടേണ്ടവനും കീർത്തിക്കപ്പെടേണ്ടവനും പൂജിക്കപ്പെടേണ്ടവനും
ധ്യാനിക്കപ്പെടേണ്ടവനുമാണ്. ഭഗവത് സ്വരമാകുന്ന വാൾ കൈവശമുള്ള ജ്ഞാനികൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന തങ്ങളുടെ കർമ്മബന്ധത്തെ ഛേദിക്കുന്നു. അങ്ങനെയിരിക്കെ ആരാണ് ഭഗവാന്റെ കഥകളിൽ രതി വയ്ക്കാത്തത്? പാപവിമുക്തരായ മഹാത്മാക്കളെ സേവിക്കുന്നത് വഴി ആ സേവനം കൊണ്ട് ശ്രദ്ധ, ഭക്തി, ശ്രവണ താല്പര്യമുള്ള മനുഷ്യർക്ക് വാസുദേവന്റെ കഥകൾക്ക് താല്പര്യം ഉണ്ടാകുന്നു. ശ്രവണ കീർത്തനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പുണ്യന്മാരുടെ ഹൃദയത്തിൽ ഇരുന്ന് ഒരു സുഹൃത്തായി അവരുടെ അമംഗങ്ങളെ മീൻസ് പിന്നെ നമ്മുടെ ദുഃഖങ്ങളെയും എല്ലാം ഹരിക്കുന്നു. നിത്യവുമായ ഭാഗവതത്തെയും ഭാഗവതോത്തന്മാരെയും സേവിക്കുകയാണെങ്കിൽ സകല അമംഗങ്ങളും ഒഴിവാക്കും. അചഞ്ചലമായ ഭക്തി ജനിക്കുന്നു. അങ്ങനെ ഭക്തി വരുമ്പോൾ രജസ് തമസ് ഗുണങ്ങൾ നമുക്ക് ഇല്ലാതാവുന്നു. അതായത് കാമം, ക്രോധം മുതലായ ദോഷങ്ങൾ ഒഴിവാകുന്നു. സത്യഗുണത്തിൽ പ്രതിഷ്ഠമാകുന്ന ഭഗവത് കൃപയുണ്ടാകുന്നു. സത്യഗുണസ്ഥിതമാകുമ്പോൾ പ്രസന്ന മനസ്സ്, വിഷയാസക്തി, വിഷയസംഗമുക്തി, വിഷയാസക്തി എന്നുള്ള മുക്തി, അത് ഈശ്വര തത്വജ്ഞാനം ജനിക്കുന്നു. അവന്റെ ഹൃദയഗ്രന്ഥികൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കർമ്മബന്ധങ്ങൾ, അതാണ് ഹൃദയഗ്രന്ഥികൾ, ഛേദിക്കുന്നു. സർവ സംശയങ്ങൾ, കർമ്മബന്ധങ്ങൾ ഛേദിക്കുന്നു. അതുകൊണ്ടാണ് യോഗികൾ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കുന്നത്. അത് ഭക്തിയായിട്ട് ഇരിക്കുന്നത്. അവർ സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളെ പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പരംപുരുഷൻ തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം ഇത്യാദി വ്യത്യസ്ത കർത്തവ്യ നിർവഹണത്തിനായി ബ്രഹ്മാവ് സൃഷ്ടി, വിഷ്ണു സ്ഥിതി, മഹേശ്വരൻ സംഹാരം ത്രിമൂർത്തി വിളങ്ങുന്നതെങ്കിലും അതിൽ സത്വഗുണമുള്ള വിഷ്ണുവാണ് മനുഷ്യന് ഇഹത്തിൽ ഉത്തമമായി ആശ്രയിക്കാവുന്നത്. പ്രകൃതിദത്തമായ വിറകിൽ നിന്നും യജ്ഞത്തിനാവശ്യമായ അഗ്നി ഉണ്ടാവുന്നു. അതുപോലെ തമസ്സിൽ നിന്നും രജസ്സും അതിൽ ബ്രഹ്മസാക്ഷാത്കാരം ഉളവാക്കുന്നു. സത്വഗുണം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഋഷിമാർ ത്രിഗുണാത്മനായ വിഷ്ണുവിനെ സേവിച്ചു. ഇത് അനുഗമിക്കുന്നതിനാൽ മുക്തി നേടുന്നു. ഘോരരൂപിയായ ഭൂദേവതകളെ സേവിക്കുന്നതിനേക്കാളും നാരായണന്റെ അനന്ത മഹിമകളെ ഭജിക്കുന്നതാണ് ഉചിതം. രജതമോ ഗുണങ്ങളിൽപ്പെട്ടവർ ധനം, സന്തോഷം, സന്താന സൗഭാഗ്യം തുടങ്ങിയ ഭൗതിക കാമങ്ങൾ സമ്പുഷ്ടമാക്കാൻ കൊതിച്ചുകൊണ്ട് പിതൃക്കളെയും മറ്റുള്ള ഭൂതങ്ങളെയും അന്യശക്തികളെയും ആരാധിക്കുന്നു. പാവനമായ വേദങ്ങളും യജ്ഞങ്ങളും ചെന്നെത്തേണ്ട ഇടവും സകല കർമ്മങ്ങളും പരമമായ ജ്ഞാനവും തപസ്സും ധർമ്മവും പ്രവൃത്തികളും സർവപ്രാണികളുടെ ലക്ഷ്യവും വാസുദേവനാണ്, അതായത് ഭഗവാനാണ്. ആ നിർഗുണം സഗുണനുമായ എല്ലാ ജീവകൾക്കുള്ളിൽ പ്രവേശിച്ച് വിധേയനായി വിളങ്ങുന്നു. എങ്കിലും ഈശ്വരൻ വിജ്ഞാന രൂപത്തിലാണ് വിളങ്ങുന്നത്. ഏത് വിധമാണോ വിറകിൽ അഗ്നി മുഴുവനായി വ്യാപിക്കുന്നത്, അതേവിധം വിശ്വപുരുഷൻ ഭൂതങ്ങളിൽ ജീവികളിൽ പലത് എന്നതുപോലെ വിളങ്ങുന്നു. പ്രകൃതിയുടെ ത്രിഗുണാത്മക സത്വം, രജസ്, തമസ് ഭാവത്തോടു കൂടി സൃഷ്ടിച്ച ജീവികളുടെ സൂക്ഷ്മേന്ദ്രിയങ്ങളിൽ അവയിലുള്ള ഗുണങ്ങളെ അനുഭവിക്കാൻ സഹായിക്കുന്നു. ദേവനിര്യങ്ങൻ മനുഷ്യരിൽ തന്റെ അവതാര ലീലകൾ ചെയ്തുകൊണ്ട് സത്വഗുണത്താൽ ലോകത്തെ രക്ഷിക്കുന്നു. ഇതാ ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.